ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ, നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ഞങ്ങൾക്കും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അൽഹംദുലില്ലാഹ് സുഖമാണ് കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് മീൻ കിട്ടിയതുകൊണ്ട് ആദ്യം കറി വെച്ചിരിക്കുകയാണ്. അടുപ്പ് ഇങ്ങനെ ഓരോന്ന് ഒഴിച്ചാണല്ലോ നമുക്ക് നല്ലത് എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ മീൻ കറി വെന്തപ്പോൾ പിന്നെ ആ അടുപ്പത്ത് തന്നെ നമുക്കിന്ന് കലക്കി ചുട്ട ദോശ ഉണ്ടാവില്ലേ, പിന്നെ ചീയപ്പം എന്നൊക്കെ പറയുന്നേ, അതാണ് കേട്ടോ. അപ്പോൾ അത് ഓരോന്ന് ഒഴിച്ച് ചുട്ടെടുക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ നമുക്ക് ഇന്ന് ചീയപ്പം ഉള്ളിക്കറിയാണ് കേട്ടോ. ഇപ്പോൾ പത്തിരി ചുടലൊക്കെ നിർത്തിയിരിക്കണം. ഇപ്പോൾ പരിപാടിയൊക്കെ ഇങ്ങനെ ദോശ, ഇഡ്ഡലി, പിന്നെ ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോണത്. അപ്പം അങ്ങനെ നമ്മൾ അപ്പങ്ങൾ ഓരോന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന മാതിരി തന്നെ ലൈക്ക് കണ്ടുങ്ങാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കണ്ട, വേഗം അതിന്മേൽ ലൈക്കുമ്പോൾ നോക്കിക്കോളി. അങ്ങനെ ലൈക്ക് തരാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെ അപ്പം ചുടലൊക്കെ കഴിഞ്ഞപ്പോൾ മാങ്ങ ഇങ്ങനെ പഴുക്കാനായി നിൽക്കുന്നുണ്ട്. അപ്പോൾ മഴയൊക്കെ തട്ടിയപ്പോഴേ പിന്നെ അണ്ണാമാരിങ്ങനെ കടിച്ച് ഇടുന്നതൊക്കെ ഒരുവിധം ഉള്ളിൽ മഞ്ഞച്ച് കളറായിക്കണം. അപ്പം നമുക്കത് ഞാനൊരു തോട്ടി കൊണ്ടുവന്ന് വെറുതെ രണ്ടെണ്ണം അങ്ങനെ തോട്ടി കൊണ്ട് ഇറക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇവർക്കത് പറ്റൂല. അങ്ങനെ തറയ്ക്ക് എടുത്തിടല്ലേ ഇറങ്ങാണ്ട് ഒരു ചാക്ക് ഒക്കെ അതിന്മേൽ കെട്ടി, പിന്നെ ഞാൻ അറുത്ത് തരാമെന്നും പറഞ്ഞാണ്ടേ ചാക്കൊക്കെ കെട്ടി ഇതാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാങ്ങ ഇറക്കുകയാണ്. കുറേയൊന്നും അറുത്തില്ല, കുറച്ചേ അറുത്തിട്ടുള്ളൂ. നമ്മളെ അടുക്കള പണിയൊക്കെ കഴിയുന്നതിൻ്റെ മുമ്പാപ്പത്. അപ്പോൾ പിന്നെ കുറച്ചേ അറുത്തിട്ടുള്ളൂ കേട്ടോ. എന്തായാലും 2 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ എല്ലാം പഴുക്കും അങ്ങനെ ഇരിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാങ്ങ പിച്ചിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. അങ്ങനെ ഇപ്പം ശരിയാണ് അത്. പിന്നെ തറയിലൊന്നും വീഴില്ല, പൊട്ടും പൊടിയൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് പഴുപ്പിച്ചാൽ വെക്കാൻ സുഖമാണല്ലോ. അപ്പം അങ്ങനെ പക്ഷേ ചാക്ക് കുറച്ച് ചെറുതായിപ്പോയി, കുറച്ചും കൂടി വലുതാണ്ടിന്. ഇതിപ്പോൾ ഇതിൽ കുറച്ചുള്ളൂ, 2 ഇട്ടാൽ അപ്പം നമ്മൾ എടുക്കണം. അങ്ങനെ എടുത്ത് ഇത്രയും മാങ്ങയാണ് പിച്ചിക്കണത്. പിന്നെ ഇവിടെ 2 സൈഡിൽ 2 4 അതിൽ 2 ഉള്ളൂ കേട്ടോ. 2 തറയിൽ വീണതേനു, വലുത് 2. മറ്റേ 2 ലാസ്റ്റ് പിച്ചിയതേനു. അപ്പോൾ കണ്ടോ നല്ല മഞ്ഞ കളറായിക്കണേ, നല്ലോണം ഏകദേശം പഴുത്ത പോലെ ഇരിക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് ഇത് എന്തെങ്കിലുമൊക്കെ വല്ല വൈക്കോലോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ സുഖേന അതിലിട്ട് വെച്ചാൽ മതി, അതിന് വേഗം പഴുത്ത് കിട്ടും. ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചാൽ അതും പോയിക്കും, അല്ലെങ്കിലും പോയിക്കും. അപ്പോൾ ഞാൻ അതിന് ആ വീണ 2 മാങ്ങ കൊടുന്നുകൊണ്ട് നന്ദി നമുക്ക് ജ്യൂസ് അടിച്ചത്. പച്ചയല്ല പഴുത്തോ അല്ലാത്ത വിധത്തിലില്ല മാങ്ങ കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ജ്യൂസ് അടിച്ചത്. അപ്പോൾ അതിന് മാങ്ങയൊക്കെ ചെത്തി ചെറുതായി അരിഞ്ഞെടുക്കുകയാണ്. പഴുത്ത മാങ്ങ അതിൻ്റെ നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ, ഒരു പുളിയൊന്നുമില്ല, അത് നല്ല സൂപ്പർ മാങ്ങയാണ്. അപ്പം അങ്ങനെ ജ്യൂസ് അടിച്ചട്ടെ എന്ന് വിചാരിച്ചു, ജ്യൂസ് അടിച്ചാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് ചെറുതായി അരിഞ്ഞാണ്ട് ആദ്യം ഇതിലൊന്നും ഇടാതെ ഇത് മാത്രം തന്നെ ഒന്ന് കറക്കി എടുത്ത് കൊടുന്നു കേട്ടോ. എന്താ വെച്ചാൽ കഷ്ണങ്ങളായി കിടക്കണീനാണ് അങ്ങനെ ആദ്യം ചെയ്തത്. എന്നിട്ട് പിന്നെയാണ് ഇതിലേക്ക് പഞ്ചസാര എല്ലാം ഇട്ടത് കേട്ടോ. പഞ്ചസാര ഇട്ടു, ഏലക്കായ ഇട്ടു, പിന്നെ പഞ്ചസാര കുറച്ച് തോനെ ഇട്ടിക്കണം. ഇനി പച്ച ആയതുകൊണ്ട് പുളിച്ചു ആ വേദിയുണ്ട്. അപ്പോൾ അടിച്ച് കുടിച്ച് നോക്കുമ്പോൾ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. നല്ല തണുത്ത പാലുണ്ടായിരുന്നു, ആ പാലും കുറച്ച് ഒഴിച്ചു. പിന്നെ മക്കളൊരു ഐസ്ക്രീം കൊടുന്നിരുന്നു, ആ ഐസ്ക്രീമും കൂട്ടി. ഐസ്ക്രീം കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീം കൂട്ടണോടത്തൊക്കെ ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ട് നിൽക്കാൻ, പിന്നെ എങ്ങനെ ഇടുക നമ്മളിതേക്ക്. പിന്നെ ഐസ് ക്യൂബാണ് ഇട്ടിട്ട് അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടി അരച്ച് ജ്യൂസാക്കിയതാ. നല്ല സൂപ്പർ അടിപൊളി ജ്യൂസാണ് കേട്ടോ. ഇത് പഴുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ജ്യൂസ് അടിച്ചാലൊന്നും നമ്മൾ കുടിച്ചാൽ നിർത്തൂല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്.
ഇവിടെ മാങ്ങ ഉള്ളതൊക്കെ നല്ല ടേസ്റ്റിലെ മാങ്ങയാണ്. ഒരു മാങ്ങ മാത്രമേ ഉള്ളൂ കുറച്ച് നല്ല പുളി, എന്ത് ചെയ്താലും പുളി. അതപ്പം അങ്ങനെ വല്ലാതെ പഴുപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, അതല്ല അച്ചാറിടാനൊക്കെ പറ്റുള്ളൂ. ഇവിടെ 2, 3, 4 വിധം മാങ്ങ ഉണ്ട്, അതൊക്കെ നല്ല ടേസ്റ്റിലെ മാങ്ങകളാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഐസ്ക്രീമിൽ നിന്ന് പകുതി അതിലേക്ക് ഇട്ടു കേട്ടോ, മുഴുവൻ പാടെ കുടിച്ചാൻ കൊടുത്താലേ. അപ്പോൾ അത് കരുതിങ്ങാണ്ട് അവിടെ ഉണ്ട് ഇങ്ങനെ നോക്കി നിൽക്കണേ. അപ്പോൾ ഞാൻ ബാക്കിയും കൂടി അങ്ങോട്ട് കൊടുത്തു. അത് കിട്ടിയിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പം അങ്ങനെ നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് പങ്ക് വിളിച്ചാൻ ഏകദേശം സമയമായി. അപ്പോൾ ഞാനെല്ലാം റെഡിയാക്കി വെക്കട്ടെ. ജ്യൂസാണ് റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മളെ ഫ്രൂട്ട്സുകളൊക്കെ അരിഞ്ഞ് അതും കൂടി സെറ്റാക്കാൻ. അപ്പോൾ അതും കൂടി സെറ്റാക്കട്ടെ. ഇത് എങ്ങനെ ഉണ്ടെന്നൊന്ന് ആദ്യം ഇച്ചിരി സാമ്പിളിന് കൊണ്ടുപോയി കൊടുത്ത് നോക്കുമ്പോൾ മധുരം കുറച്ച് കുറവാണ് കാരണം അതിൽ ഞാൻ പിന്നെ കുറച്ചും കൂടി മധുരം ഇട്ടു കേട്ടോ. പിന്നെ ഇതാ നമ്മളെ ജ്യൂസൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചേക്കണ ജ്യൂസും നമ്മളെല്ലാ സംഭവങ്ങളും. ഇന്ന് പൊരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഇന്നിങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ മാങ്ങ ഇറക്കാൻ നിൽക്കലുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ പോയില്ലേ. അപ്പം ഇന്ന് പൊരിയൊന്നും വേണ്ടത്. പിന്നെ താഴേന്ന് 2 സമൂസ ഉണ്ടെന്നീനും അതും കൂട്ടി. എന്നാലും കുഴപ്പമില്ലാത്ത വിധത്തിൽ നോമ്പ് തുറന്നു. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും.